ചിക്കൻ്റെ ഉള്ളൊക്കെ നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പൊട്ടിച്ച് സോസിലിങ്ങനെ മുക്കിയിട്ട് ഹലോ ഫ്രണ്ട്സ്, ഫുഡ് ഫോർ പീപ്പിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റം കൊണ്ടാണ്. പോപ്കോൺ ചിക്കൻ കൊണ്ട് നമ്മളൊരു പോപ്കോൺ ഉണ്ടാക്കാൻ പോകുന്നത് ശരിക്കും. അപ്പോൾ നമ്മൾ ടൈം കളയുള്ള വീഡിയോയിലേക്ക് എടുക്കാം. നമ്മളൊരിക്കൽ ചിക്കൻ നന്നായി കഴുകിയെടുത്താണ്. നമുക്ക് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നമ്മളൊരു കോഴി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കോഴി എങ്ങനെ കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. നമ്മൾ കോഴിനെ ഇങ്ങനെ 2 പീസാക്കിയിട്ടുണ്ട്. നമ്മൾ കോഴിനെ നമ്മൾ പോപ്കോൺ ചിക്കന് എല്ലില്ലാത്ത പീസാക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മളിത് ഈ എല്ലിൽ നിന്ന് നമ്മൾ ചിക്കനെ വേറെ ആക്കിയിട്ട് എടുത്തതാണ്. എല്ലിൽ നിന്ന് ഫുള്ളായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചെറുതാക്കിയിട്ട് ഇനി കട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് കുക്ക് ചെയ്യാൻ ഞാനും സ്വലാഹും മാത്രമേ ഉള്ളൂ. ഷഹീലൊരു അർജൻറ്റ് കാര്യം കാരണം ഇപ്പോൾ ക്വാറൻറ്റൈനിലാണ്. അവനൊരു ഇനിയൊരു 2 വീഡിയോസിൽ ഷഹീൽ ഉണ്ടാവില്ല. ഞങ്ങളായിരിക്കും കുക്ക് ചെയ്യാൻ ഉണ്ടാവുക. അപ്പോൾ ഷഹീൽ ശക്തവാനായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കട്ടിങ്ങിൽ നമ്മൾ ചിക്കൻ പീസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഒരു പാത്രത്തിലിട്ട് ഇതൊന്നുകൂടെ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ചിക്കൻ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ചിക്കൻ നമ്മൾ നന്നായി കഴുകിയിട്ടുണ്ട്. നമുക്കിതൊന്നെടുത്ത് ഒരു പാത്രത്തിലിട്ടേക്കാം. നമ്മളിവിടെ ഹോളുള്ളൊരു പാത്രം എടുത്തിരിക്കുന്നത് ചിക്കനിൽ വെള്ളമൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട്. ചിക്കനിൽ നമുക്ക് മസാല തേക്കാം. ആദ്യം നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇടാം. കോൺഫ്ലവർ മാവ് നമുക്കിതിലേക്ക് ഇടാം. വിനാഗിരി നമുക്ക് കുറച്ചിടാം അതിലേക്ക്. ഇനി നമുക്കൊരു 1/2 പൊളി നാരങ്ങ ഇതിലേക്ക് ഒന്ന് പിച്ച് കൊടുക്കാം. നമുക്ക് 2 മുട്ട അതിലേക്ക് ഒന്ന് പൊടിച്ചിടാം. ഇനി ഈ മസാല നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ടൊമാറ്റോ സോസ് കൂടെ നമുക്കിതിലേക്കിടാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ചിക്കൻ്റെ മുകളിലേക്ക് നമുക്ക് തൈര് കൂടെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ മസാലയെല്ലാം നമ്മൾ തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂർ ഈ മസാലയൊക്കെ ഒന്ന് ചിക്കനിൽ സെറ്റാകുമ്പോൾ നമുക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനിൽ മസാലയൊക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കോൺഫ്ലവർ പൊടിയും മൈദയും മിക്സാക്കിയിട്ടുണ്ട്. നമുക്കിതിൽ കുരുമുളക് പൊടിയും ഉപ്പും ഇടാം. ആവശ്യത്തിന് നമുക്കിതിലേക്ക് ഉപ്പിട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. മെയിൻ പ്രോസസ്സിലേക്ക് കിടക്കാം. ചിക്കൻ എടുത്ത് നമുക്ക് മാവിലേക്ക് ഇടാം. നന്നായിട്ട് മാവിൽ നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് കോട്ടിങ്ങിനായിട്ട് വെള്ളത്തിലിട്ട് എടുത്ത ചിക്കൻ ഒന്നുകൂടെ മാവിലേക്ക് ഇടാം. എന്നിട്ട് നന്നായി ഇതുപോലെ തന്നെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം നല്ലതുപോലെ മാവ് ചിക്കനിൽ പിടിക്കും. അപ്പോൾ മാവൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ചെയ്ത അതേ പ്രോസസ്സ് ഒന്നുകൂടെ ചെയ്യാൻ പോവുകയാണ്. ഈ മാവിനെയൊക്കെ നന്നായിട്ട് നമുക്ക് ചലിച്ചെടുക്കാം. അപ്പം മാവൊക്കെ പോയി കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ചിക്കൻ പീസ് നമ്മൾ വറുക്കാനായിട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇനി കുറച്ചും കൂടി ഉണ്ട്. ഇനി ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് വറുക്കാൻ പോവാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഡബിൾ കോട്ട് ചെയ്തെടുത്ത് നമ്മുടെ പോപ്കോൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതൊന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നമുക്ക് ചട്ടിയിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ പോപ്കോൺ ചിക്കൻ എടുത്ത് നമുക്ക് എണ്ണയിലിടാം. എണ്ണ നന്നായി തിളച്ചിട്ടുണ്ട്. പോപ്കോൺ ചിക്കൻ നല്ല മണം വരുന്നില്ല സല? ആദ്യം ചിക്കൻ്റെ ഇങ്ങനത്തെ ഒരു വെറൈറ്റി മണം വരുന്നില്ലേ? നമുക്ക് വറവറാന്ന് വറുക്കണം. ഇനി തരണം വറവറാന്ന് വറുക്കണം. ഇന്ത്യയാണ് വറക്കുന്ന എല്ലാം കൂടി വറുത്ത് കഴിക്കുന്ന. അപ്പോൾ ഇത് സിമ്പിളായിട്ട് വറുക്കണമെങ്കിൽ നമ്മളിതാ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇട്ടാൽ മതി. സിമ്പിളായിട്ട് വറുക്കാൻ പറ്റും. അപ്പോൾ ചിക്കൻ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ക്രിസ്പിയാ, അടിപൊളി. ആഹാ,
അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഷെയിലില്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതലാണ് കഴിക്കാൻ. ചിക്കൻ്റെ ഉള്ളൊക്കെ നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പൊട്ടിച്ച് സോസിലിങ്ങനെ മുക്കിയിട്ട് അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആൻഡ് ഒരു വെറൈറ്റി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റെസിപ്പി തന്നെയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിച്ചങ്ങനെ കഴിച്ചിട്ടിരിക്കില്ല ഇതല്ല, അങ്ങനെ കഴിച്ചിട്ടേ ഇരിക്കും. നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ചട്ടപ്പട്ടേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത കിടിലം വീഡിയോ ആയി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.